എന്ന് മാത്രമല്ല, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാൾ കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത്. അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം, മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമതനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാഹത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശൈഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലെന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ശൈഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ശൈഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശൈഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞൊരു തെരീക്കത്ത് പെടുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല.